ഹലോ മക്കളെ, ലോസ് ഓഫ് മോഷൻ ചലന നിയമങ്ങൾ എന്ന ചാപ്റ്റർ മുഴുവൻ നമ്മൾ ചിത്രങ്ങളിലൂടെ പഠിക്കുന്നത്. ആദ്യത്തെ ചിത്രത്തിലേക്ക് നോക്കൂ. രണ്ട് ഭാഗത്ത് നിന്ന് കൊടുക്കുന്ന ഫോഴ്സ് 150 ന്യൂട്ടൺ. അതുകൊണ്ട് അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഇവിടുത്തെ റിസൾട്ടിന് ഫോഴ്സ് 0, പരിണിത ഫലം 0 എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ ഒരു ഭാഗത്ത് 150ഉം ഒരു ഭാഗത്ത് 120ഉം. അപ്പോൾ കൂടുതൽ ഫോഴ്സുള്ള ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നു, ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. അതുകൊണ്ട് ഇത് റിസൾട്ടിന് ഫോഴ്സ് 0 അല്ല. അതുകൊണ്ട് ഇതിവിടെ ചലിക്കുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. പരിണിത ഫലം 0 അല്ലെങ്കിൽ ആ വസ്തുക്കൾ എന്ത് ചെയ്യുന്നു, ചലിക്കുന്നു ഓർത്ത് വയ്ക്കുക. ഇനി രണ്ട് ചിത്രം. ഒന്ന്, ഒരു വണ്ടിയിൽ നിന്ന് ഉള്ളിൽ നിന്ന് തള്ളിക്കുക. ഇത് ആന്തരിക ബലം, ഇന്റേണൽ ഫോഴ്സ് ആണ്. ഇന്റേണൽ ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചലിപ്പിക്കാൻ പറ്റില്ല. അത് ബാലൻസ്ഡ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി പുറത്തുനിന്ന് തള്ളിക്കഴിഞ്ഞാൽ ആ വസ്തു എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ കാർ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ്, അത് ബാഹ്യബലമാണ്. ബാഹ്യബലം വസ്തുക്കൾ എന്ത് ചെയ്യുന്നു, ചലിക്കുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഒരു കുപ്പിയുടെ താഴെഭാഗത്ത് നമ്മളൊരു പേപ്പർ വെച്ച് ആ പേപ്പർ പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ ആ കുപ്പി അതേ സ്ഥാനത്ത് തന്നെ തുടരും. ഇതാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ കുറച്ച് കോയിൻസ് അടുക്കി വെച്ച് അതിന് മുകൾ ഭാഗത്ത് ഒരു പാത്രം വെച്ചിട്ട് ഒരു സ്കെയിൽ ഉപയോഗിച്ച് അടിച്ചു കഴിഞ്ഞാൽ ആ പാത്രം അതേപോലെ തന്നെ ഇത് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. ഈ രണ്ട് ചിത്രങ്ങളും നേരെ വെച്ച് ഒരു ഗ്ലാസിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്നിങ്ങനെ പെട്ടെന്ന് സ്പ്ലാഷ് ചെയ്ത് പെട്ടെന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വെള്ളമൊക്കെ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് ഇങ്ങനെ തെറിച്ചു പോകുന്നു. അതുകൊണ്ട് ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്, ചലന ജഡത്വത്തിന് ഉദാഹരണമാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഒരു ന്യൂട്ടൺ സ്ക്രാഡിൽ ഇതിൽ ഒരു ബോൾ വന്നിടിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബോൾ തെറിച്ചു പോകുന്നു. രണ്ട് ബോളുകൾ വന്നിടിച്ചു കഴിഞ്ഞാൽ രണ്ട് ബോളുകൾ തെറിച്ചു പോകുന്നു. അപ്പൊ ഇത് ന്യൂട്ടൺ മൊമെന്റവുമായി ബന്ധപ്പെട്ടത് ന്യൂട്ടന്റെ തേർഡ് ലോ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അതോടൊപ്പം തന്നെ കുറഞ്ഞ സമയം ഒരു ചുറ്റു ഉപയോഗിച്ച് ആണി ഉപയോഗിച്ച് അടിച്ചു കയറ്റുന്നു. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് വലിയ ബലം പ്രയോഗിക്കുന്നു. ഇതിനെ നമ്മൾ ഇമ്പൾസ്, ആവേഗബലം എന്ന് പറയുന്നു. ആവേഗബലം എന്ന് പറഞ്ഞാൽ I=F×T എന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇനി അതോടൊപ്പം ഒരു ബോൾ വരുന്ന സമയത്ത് കയ്യിൽ തട്ടിക്കഴിഞ്ഞാൽ ആ കയ്യിൽ വേദനിക്കാതിരിക്കാൻ നമ്മൾ ടൈം കൂട്ടുന്നു. ടൈം കൂട്ടുന്ന സമയത്ത് അവിടുത്തെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് വ്യത്യാസ നിരക്ക് കുറയുന്നു. അപ്പൊ ടൈം കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കയ്യിലുണ്ടാകുന്ന ആഘാതം കുറയുന്നു എന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. അതിനാണ് ഈ ഒരു ചിത്രം തന്നിട്ടുള്ളത്. ഇനി രണ്ട് സ്പ്രിംഗ് ബാലൻസ് നമ്മൾ കൊളുത്തിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തുള്ള ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ F12 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വസ്തു രണ്ടാമത്തെ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ്. F21 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വസ്തു ഒന്നാമത്തെ വസ്തുവിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് ആണ്. അതുകൊണ്ട് F12 - F21 എന്ന് എഴുതാം. ഓർത്ത് വയ്ക്കുക, അത് ന്യൂട്ടന്റെ തേർഡ് ലോ ആണ്. അപ്പൊ ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ആക്ഷനും റിയാക്ഷനും കണ്ടെത്താം. ഫയർ ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് പോകുന്ന ആക്ഷൻ ആണെങ്കിൽ ആ ഗണ്ണ് പിന്നിലേക്ക് വരുന്ന റിയാക്ഷൻ ആയിരിക്കും. തുഴയുന്ന സമയത്ത് ഇത് ആക്ഷൻ ആണെങ്കിൽ തോണി മുന്നോട്ട് പോകുന്നത് റിയാക്ഷനായി മാറുന്നു. റോക്കറ്റ് മുകളിലേക്ക് വരുന്നത് ആക്ഷൻ ആണെങ്കിൽ ഇവിടെയുള്ള ഇന്ധനം കത്തി പുറത്തേക്ക് വരുന്നത് റിയാക്ഷൻ ആയിട്ട് എടുക്കുന്നു. നീന്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, കൈ തുഴയുന്ന സമയത്ത് ആക്ഷൻ ആണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന റിയാക്ഷൻ, ബലവും പ്രതിബലമായിട്ട് മാറുന്നു. ഇനി നടക്കുന്ന സമയത്ത് തറയിൽ നമ്മളൊരു ബലം കൊടുക്കുന്നു. അതിന്റെ ഫലമായിട്ട് ഒരു എതിർബലം എന്ത് ചെയ്യുന്നു, ഒരു റിയാക്ഷൻ തിരിച്ചു വരുന്നു. അതാണ് നമ്മളെ ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം. ഒരു ബലൂൺ റോക്കറ്റ് എന്ന് പറഞ്ഞാൽ എയർ പുറത്തേക്ക് പോകുന്ന ആക്ഷൻ ആണെങ്കിൽ ബലൂൺ മുന്നോട്ട് പോകുന്ന റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഒരുപാട് ചിത്രങ്ങളിലൂടെ നമ്മൾ ഈ ഒരു ഫുൾ ചാപ്റ്റർ പറഞ്ഞു.